എയ്ഡൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അയർലൻഡിലെ മറ്റൊരു കൗണ്ടിയായ ടിപ്രറിയിലേക്കാണ്. പർവ്വതങ്ങൾ, തടാകങ്ങൾ, നദികൾ, കൃഷിയിടങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമീണ കൗണ്ടിയാണ് ടിപ്രറി. കരയാൽ ചുറ്റപ്പെട്ടതും ഗ്രാമപ്രദേശങ്ങളുള്ളതുമായ ടിപ്രറി അയർലൻഡിലെ ഏറ്റവും വലിയ ഉൾനാടൻ കൗണ്ടിയാണ്. വ്യത്യസ്ത തരത്തിലുള്ള കൃഷിഭൂമിയാണ് ഈ പുറയിൽ കാണുന്നത്. വളരെ സമ്പന്നവും സമ്പുഷ്ടവുമായ കൃഷിഭൂമിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഡയറി ഫാമിംഗ് ആണ് ഇവിടുത്തെ പ്രധാന വ്യവസായം. ടിപ്രറിയിലെ ഗാൽറ്റി പർവ്വതനിരകൾ വളരെ പ്രശസ്തമാണ്. ടൂറിസ്റ്റ് ബോട്ടുകൾ എത്തുന്ന ടിപ്രറിയിലെ ഒരു ചെറിയ തുറമുഖമാണ് ഈ കാണുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായി ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അയർലൻഡിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ബോട്ടിൽ സഞ്ചരിച്ച് എത്തുന്നവരാണ്. നിരവധി ബോട്ട് ക്ലബ്ബുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഡ്രോമിനീർ കാസ്ല എന്ന ഒരു കോട്ടയാണ്. ഈ തുറമുഖത്തിന് അഭിമുഖമായി തന്നെ ഈ കോട്ട നമുക്ക് കാണാൻ സാധിക്കും. പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കെന്നഡി കുടുംബം നിർമ്മിച്ചതാണ് ഡ്രോമിനർ കാസ്ൽ. ഇപ്പോൾ ഒരു അവശിഷ്ടമായിട്ട് മാത്രമാണ് ഈ കോട്ട കാണുന്നതെങ്കിലും കോട്ടയ്ക്ക് വളരെ ചരിത്രപരവും പുരാവസ്തുപരമായ വളരെ പ്രാധാന്യമുണ്ട്. ഈ സ്ഥലത്തിന് സമീപം മുമ്പ് ഒരു വൈക്കിംഗ് കോട്ടയുണ്ടായിരുന്നു. 1650 ക്രോംവില്യൻ സൈന്യം ഈ കോട്ട പിടിച്ചെടുത്തു എന്നതാണ് ചരിത്രം. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഐറിഷ് നാവിഗേഷൻ കമ്പനിയുടെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഈ ഡ്രോമിനർ കാസ്ലെ. പതിമൂന്നാം നൂറ്റാണ്ടിൽ ഒരു ഹാൾ കോട്ടയായാണ് ഇത് നിർമ്മിച്ചത്. 15-ാം നൂറ്റാണ്ടിൽ ഒരു ടവർ ഹൗസായത് പിന്നീട് മാറ്റപ്പെട്ടു. ഈ 2 നില കെട്ടിടത്തിന് മുകളിലത്തെ നിലയിലൊരു നീണ്ട മുറി ഉണ്ടായിരുന്നു. പിന്നീടത് 4 നിലകളായി ഉയർത്തി. നിലവിൽ ഈ കോട്ട പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയിരത്തി 1640-50 കാലഘട്ടങ്ങളിലൊക്കെ നിരവധി യുദ്ധങ്ങളിലൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു കോട്ടയാണിത്.
1640 ശേഷമുള്ള ക്രോംവെല്ലിയൻ യുദ്ധങ്ങളിലൊക്കെ ഐറേറ്റിൻ്റെ സൈന്യം ഈ കോട്ട പിടിച്ചെടുക്കുകയൊക്കെ ഉണ്ടായതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയർലൻഡിലെ ട്രിപ്രറിയിലുള്ള ഈ ഡ്രോമിനീർ കാസ്ലെ ഒരു ചരിത്ര സ്മാരകമായി ഇന്നും നിലനിൽക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയ പുതിയ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.